പൂരങ്ങളുടെ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമാണ്. മമ്മൂട്ടി പറഞ്ഞതുപോലെ ഈ പൂരങ്ങളുടെ പൂരം, ആ പൂരം തൃശ്ശൂർ പൂരമാണെന്നാണ്. പക്ഷേ കേരളത്തിലെ ഏക മതസൗഹാർദ്ദ പൂരം നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാണെന്നല്ലേ? അത് ഹൈറേഞ്ചിലെ സാംസ്കാരിക കേന്ദ്രം എന്നറിയപ്പെടുന്ന രാജാക്കാടാണ് അത് നടക്കുന്നത്. ഇവിടുത്തെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും പൂരം സംഘടിപ്പിക്കുന്നത്. പൂരം മാത്രമല്ല, ഈ കുടിയേറ്റ ഗ്രാമത്തിലെ എല്ലാ ആഘോഷങ്ങളും മതസൗഹാർദ്ദത്തിന്റെ കൂട്ടായ്മ കൂടിയാണ്. നമ്മൾ പോകുന്നത് ആ മതസൗഹാർദ്ദ പൂരത്തിന്റെ മനോഹരമായ കാഴ്ചയിലേക്കാണ്. ഓരോ ആഘോഷങ്ങളും ഒരു വിഭാഗത്തിൻ്റെതല്ല, മറിച്ച് ഒത്തൊരുമയുടെ കൂടിച്ചേരലാകണം. അതാണ് രാജാക്കാട് പൂരത്തെ വ്യത്യസ്തമാക്കുന്നത്. 3 ഗജരാജന്മാരും 105 ചെണ്ടക്കാരും അണിനിരക്കുന്നതാണ് പൂരം. കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാർ രാജാക്കാട്ടിലേക്ക് എത്തുന്നത് മുതൽ ഉത്സവം തുടങ്ങുകയായി. നാടൊന്നിച്ച് ഗജരാജന്മാരെ വരവേൽക്കും. ഇത്തവണ എത്തിയത് ഗജരാജ പ്രജാപതി വൈലാശ്ശേരി അർജുനൻ. തിടമ്പേറ്റിയതും അർജുനൻ തന്നെ. അകമ്പടി സേവിച്ചത് ഭരണങ്കാനം ഗണപതിയും ചൂരൂർ മഠം രാജശേഖരനും. 2 കിലോമീറ്റർ അകലെയുള്ള NR-സിറ്റിയിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര രാജാക്കാട്ടിലെത്താൻ ക്രിസ്ത്യൻ, മുസ്ലിം പുരോഹിതന്മാരും വിവിധ ജാതി മത നേതാക്കന്മാരും കാത്തു നിൽക്കും. എത്തിക്കഴിഞ്ഞാൽ ആവേശ സ്വീകരണം. പിന്നെ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര നയിക്കുന്നത് മുൻനിരയിൽ നിന്ന ഇവർ എല്ലാവരും. ക്ഷേത്രത്തിലെത്തിയാൽ പിന്നെ മേളവും കുടമാറ്റവും ആരംഭിക്കും. ഒരു നാടൊന്നാകെ ഇളകിമറിയുന്ന കാഴ്ച. തൃശൂർ പൂരത്തിന്റെ മേളപ്രമാണിമാരാണ് പലപ്പോഴും എത്താറ്. ഇത്തവണ എത്തിയത് മേളകലാ ചക്രവർത്തി ചൊവ്വല്ലൂർ മോഹനവാര്യരും 105 പേരടങ്ങുന്ന സംഘവും. കൊട്ടിക്കയറുന്ന താളപ്പെരുക്കത്തിൽ ഒരു നാടൊന്നാകെ ഇളകിമറിയും. സാംസ്കാരിക കേരളത്തിന്റെ ഏറ്റവും മാതൃകയും മനോഹരവുമായ കാഴ്ച. വർഗീയ ചേരിതിരിവും രാഷ്ട്രീയ കലാപങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ രാജാക്കാട് ഒരു മാതൃകയാണ്. ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാം. അത് ആശയം ഉയർത്തിപ്പിടിച്ചായിരിക്കണം. ഏത് മതത്തിലും വിശ്വസിക്കാം. മറ്റു മതസ്ഥരെയും അവരുടെ സംസ്കാരത്തെയും ചേർത്തു പിടിച്ചും ബഹുമാനിച്ചുമായിരിക്കണം. അതാണ് കേരളം. അതാവണം കേരളം. അതുതന്നെയാണ് രാജാക്കാട് സമൂഹത്തിന് പകർന്നു നൽകുന്ന സന്ദേശവും. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.